ഹായ് മക്കളെ, മൂന്നാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൂന്നാം ക്ലാസ്സിലെ മാത്സിലെ 9ാമത്തെ പാഠഭാഗമായിട്ടുള്ള ആഡിങ് എഗെയിൻ ആൻഡ് എഗെയിൻ എന്ന് പറയുന്ന പാഠഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളതെന്നും ഇതിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. ഇവിടെ നോക്കൂ, ചെസ് ബോർഡാണ് കാണിച്ചു തന്നിട്ടുള്ളത് അല്ലേ. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമുണ്ട്, അത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ മാച്ച് ദ ബോക്സസ് എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ പ്രവർത്തനമായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ള നമ്പേഴ്സ് അതിൻ്റെ ആൻസർ വരുന്നത് ഏതൊക്കെയാണെന്ന് മാച്ച് ചെയ്ത് കൊടുക്കാനാണ്. ഒന്നിവിടെ തന്നിട്ടുണ്ട് 3 × 2 എത്രയാണ്? 6 ആണല്ലോ. അപ്പോൾ 6ലേക്കാണ് ഇവിടെ മാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വേണം നമുക്ക് നോക്കാം. 16 എന്ന് ആൻസർ കിട്ടണമെങ്കിൽ ഏത് രണ്ട് ഇക്വേഷനാണ് അവിടെ വരേണ്ടത്? 16 കിട്ടണമെങ്കിൽ നോക്കൂ, 8 × 2 അല്ലേ. 8 × 2 എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ മാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി 5 × 2 എത്രയാണ്? 5 × 2 10 ആണ്. 10ലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കുക. 8 എന്ന് ഉത്തരം കിട്ടണമെങ്കിൽ 4 × 2 എന്ന് പറയുന്നത് 8 ആണ്. അതിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കുക. 14 എന്നാണ് ഉത്തരം. അപ്പോൾ എന്താണ്? 7 × 2 എന്നതിൻ്റെ ഉത്തരമാണ് 14 എന്ന് പറയുന്നത്. ഇനി 18 എന്ന് കൊടുത്തിട്ടുണ്ട്. 18 എന്ന് പറയുന്നത് 9 × 2 ആണ് 18 എന്ന് പറയുന്നത്. 3 × 3 എത്രയാണ്? 9 ആണ്. 9ലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ 24 ആണുള്ളത്. 24 ഉത്തരം കിട്ടണമെങ്കിൽ 6 × 4 ആണ് 24 എന്ന് പറയുന്നത്. ഇതിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇത് മാച്ച് ചെയ്യുക മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഓരോന്നിൻ്റെയും ആൻസർ നോക്കുക, എന്നിട്ട് ഓരോന്നായിട്ട് നിങ്ങൾ ജസ്റ്റ് അവിടെ മാച്ച് ചെയ്തിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനത്തിലേക്ക് കിടക്കാം. ഹൂ ഈസ് ഹൈഡിങ് എന്നുള്ളതാണ്. ആരാണ് ഇവിടെ ഒളിച്ചിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ കുറച്ച് ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒക്കെ ആൻസർ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം, എന്നിട്ട് അതിനനുസരിച്ച് നിറം കൊടുക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ, ആദ്യത്തേത് 8 × 4 ആണ്. 8 × 4 എത്രയാണ്? 32 ആണ്. അപ്പോൾ ഇവിടെ 32 എവിടെയാണ് എന്ന് നോക്കൂ കൂട്ടുകാരെ. ഇതാണ് 32 അല്ല. അപ്പോൾ ഈ 32ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഫുള്ളായിട്ട് നിറം കളർ കൊടുക്കുക. ഓക്കെ, അടുത്തത് 5 × 1 ആണ്. 5 × 1 എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്. ഇവിടെ 5 എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിന് നിങ്ങൾ കളർ കൊടുക്കുക. നെക്സ്റ്റ് വണ് 6 × 3 ആണ്. 6 × 3 എത്രയാണ്? 18 ആണ്. 18 ഇവിടെ എവിടെയാണ്? ഇതാണ് അല്ലേ. അപ്പോൾ 18നും നിങ്ങൾ നിറം കൊടുക്കുക. ഓക്കെ, 18 കൊടുത്തു. നെക്സ്റ്റ് 1 × 2 എത്രയാണ്? 2 തന്നെയാണ്. ഇവിടെ 2 എന്ന് പറയുന്നത് ഈ സർക്കിളാണ്, അതിനും നിറം കൊടുക്കുക. ദെൻ 6 × 4 എത്രയാണ്? 24 ആണല്ലേ. എല്ലാവർക്കും ടേബിൾ അറിയുന്നുണ്ടാവുമല്ലോ അല്ലേ. 6 × 4 എന്ന് പറയുന്നത് 24 ഉള്ളത് ഇവിടെയാണ്, ഇതിനും കളർ കൊടുക്കുക. നെക്സ്റ്റ് വണ് 4 × 2 ആണ്. 4 × 2 എന്ന് പറഞ്ഞാൽ 8 ആണ്. ഓക്കെ, 8 ഇവിടെയാണ്, ഇതാണ് 8 എന്ന് പറയുന്നത്. 8നും നിറം കൊടുക്കുക. നെക്സ്റ്റ് വൺ 7 × 10 ആണ്. 7 × 10 എത്രയാണ്? 70 ആണല്ലോ ഉത്തരം. 70 എന്ന് പറയുന്നത് ഇതാണ്, ഇതിനും നിറം കൊടുക്കുക. നെക്സ്റ്റ് വണ് 6 × 6 എത്രയാണ്? 6 × 6 36 ആണ്. 36 വരുന്നത് എവിടെയാണ്? 36 ഇതായി ചെറുതാണ് അല്ലേ, ഇതിനും നിറം കൊടുക്കുക. ഇനി അടുത്ത നോക്കൂ, 9 × 5 ആണ്. 9 × 5 45 ആണ് ആൻസർ. 45 എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ തന്നെ കൂട്ടുകാർക്ക് ഏകദേശം മനസ്സിലായി ആരാണ് ഹൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അല്ലേ. ഇനി അടുത്തത് 9 × 6 എത്രയാണ്? 54 ആണ്. 54 എവിടെയാണുള്ളത്? ഇതാണ്. ഇതാരാണ് കൂട്ടുകാരെ? നിങ്ങൾക്ക് കണ്ടപ്പോൾ എന്താ മനസ്സിലാവുന്നത്? ഇത് ഫിഷ് ആണല്ലേ. സോ ഫൈൻഡ് ഔട്ട് ഹൂ ഈസ് ഹൈഡിങ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഇവിടെ ഫിഷ് എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രവർത്തനം നമ്മുടെ കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പ്രവർത്തനത്തിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്യാൻ യു ഫൈൻഡ് ഔട്ട് എന്നുള്ളതാണ് അടുത്ത ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് കണ്ടുപിടിച്ചു കൊടുക്കാം അല്ലേ. ഹൗ മെനി ട്രീസ് ഹൗ മെനി ബേർഡ്സ്, എത്ര ട്രീസ് ആണുള്ളത്, എത്ര ബേർഡ്സ് ആണുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ if one bird sits on each tree, one bird will be left. ഒരു മരത്തിൽ ഒരു കിളി വീതം ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കിളി ബാക്കിയായിട്ട് വരും. അത് മാത്രമല്ല, if 2 birds sit on each tree, ഇനി ഓരോ മരത്തിലും 2 കിളികൾ വീതം ഇരിക്കുകയാണെങ്കിൽ 1 tree will be left. എന്താണ്? ഒരു മരം ലെഫ്റ്റ് ആവും. ഹൗ മെനി ട്രീസ് ഹൗ മെനി ബേർഡ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആൻസർ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാവും. ഇവിടെ ഉള്ളത് 3 ട്രീസ് ആണ് ഉള്ളത്. ഓക്കെ, 1 2 3.
അപ്പോൾ എന്താ ആദ്യം പറഞ്ഞിട്ടുള്ളത്, ഒരു മരത്തിൽ ഒരു കിളി വീതം ഇരിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കിളി ഇരുന്നു, ഇവിടെയും ഒരു കിളി ഇരുന്നു, ഇവിടെയും ഒരു കിളി ഇരുന്നു. അപ്പോൾ എന്താണ്, ഒരു കിളി ബാക്കിയുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് 2 കിളി വീതം ഇരിക്കുകയാണെങ്കിൽ, അപ്പോൾ ഈ കിളി വന്നിട്ട് ഇവിടെ വന്നിരുന്നു, ഈ കിളി ഇവിടെ വന്നിരുന്നു, അപ്പോൾ ഇവിടെ 2 കിളിയായി അല്ലേ. ഈ കിളി വന്നിട്ട് ഇവിടെയും വന്നിരുന്നു, അപ്പോൾ എന്താണ്, ഒരു ട്രീ ബാക്കിയായി. അപ്പോൾ അവിടെ ട്രീസ് എത്രയാണുള്ളത്? ട്രീസ് എന്ന് പറയുന്നത് അവിടെ എഴുതി കൊടുക്കുക, ട്രീസ് 3. ദെൻ ബേർഡ്സ് എത്രയാണ്? ബേർഡ്സ് 4. ഓക്കെ. നെക്സ്റ്റ് വൺ, ഹൗ മെനി ആർ വി? ഇനി ഞങ്ങൾ എത്രയുണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. വി ക്യാൻ സിറ്റ് ഇൻ ഗ്രൂപ്പ്സ് ഓഫ് 2. ഞങ്ങൾ 2 വീതം 2 ഗ്രൂപ്പ്സ് ആയിട്ട് ഇരിക്കുകയാണ്, 2 വീതമുള്ള ഗ്രൂപ്പായിട്ട് ഇരിക്കുകയാണ്. ആൻഡ് വി ക്യാൻ സിറ്റ് ഇൻ ഗ്രൂപ്പ്സ് ഓഫ് 3. ഞങ്ങൾക്ക് 3 വീതമുള്ള ഗ്രൂപ്പായിട്ടും ഇരിക്കാം. ദെൻ വി ആർ ലെസ് ദാൻ 10. പക്ഷേ ഞങ്ങൾ 10ൽ താഴെയാണ്. ഹൗ മെനി ആർ വി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2 ഗ്രൂപ്പായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇവിടെ 2 ഗ്രൂപ്പ് ഇരുന്നു, ഇവിടെ 2 ഗ്രൂപ്പ് ഇരുന്നു അല്ലേ. പക്ഷേ ഇത് 3 ഗ്രൂപ്പാണെന്ന് വിചാരിക്കുക. ഇവിടെയും 3 ഗ്രൂപ്പ്, ഇവിടെയും 3 ഗ്രൂപ്പ്. അപ്പോൾ ഈ 3 ഗ്രൂപ്പിനെ നമുക്ക് 2 എണ്ണാക്കാൻ വേണ്ടി പറ്റുമോ? നോക്കൂ, ഇത് 2ഉം 1ആയി, അതുപോലെ ഇത് 2ഉം 1ആയി, ഇത് 2ഉം 1ആയി അല്ലേ. അപ്പോൾ ആക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ എത്ര പേരാണുള്ളത്? ആകെ 6 ആണുള്ളത്, അത് 10ലും താഴെയുമാണ്. അപ്പോൾ ഇവിടെ ഹൗ മെനി ആർ വി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആൻസർ എന്താണ്? 6 എന്നുള്ളതാണ്. 6 മങ്കീസ് ആണ് അവിടെ ഒരുമിച്ചിട്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നെക്സ്റ്റ് വണ്ണിലേക്ക് പോകാം. ഷെയറിങ് സ്വീറ്റ്നെസ് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ഇവിടെ ഇറ്റ് ഈസ് മീനൂസ് ബർത്ത്ഡേ, ഷീ ബ്രോട്ട് പായസം ഫോർ ക്ലാസ് 3 and 4. ഇവിടെ മീനുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ മീനു എന്ത് ചെയ്തു? 3ാം ക്ലാസ്സിലെയും 4ാം ക്ലാസ്സിലെയും കുട്ടികൾക്ക് പായസം കൊണ്ടുവരികയാണ്. 3ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ്. ഇൻ 4 ട്രേസ് ആണ്. എന്താണ്? 4 ട്രേ ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. വിത്ത് 7 കപ്പ് ഇൻ ഈച്ച് ട്രേ. ഓരോ കപ്പിലും എത്രയുണ്ട്? 7 പായസമാണ് അതിലുള്ളത്. ഹൗ മെനി കിഡ്സ് ക്യാൻ ബി സെർവ്ഡ്? അപ്പോൾ എത്ര പേർക്ക് സെർവ് ചെയ്തിട്ടുണ്ടായിരിക്കും? അപ്പോൾ ഒന്നാമത്തെ 7 അല്ലേ, ഒന്നാമത്തെ ട്രേ, രണ്ടാമത്തെ ട്രേ, മൂന്നാമത്തെ, 4ാമത്തെ ട്രേ, അഥവാ 4 × 7. അപ്പോൾ 4 × 7 എത്രയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്ര കുട്ടികൾക്ക് സെർവ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലേ. എത്രയാണ്? 28 ആണ്. അപ്പോൾ 28 സ്റ്റുഡൻസിനാണ് അവിടെ സെർവ് ചെയ്തിട്ടുണ്ടായിരിക്കുക. വെൻ ഷീ ബ്രോട്ട് 2 more trays, 2 cups were left ever. എന്താണ്? ഓവർ. അപ്പോൾ അവൾ 2 ട്രേയും കൂടെ കൂടുതൽ കൊണ്ടുവന്നു, പക്ഷെ അവിടെ 2 കപ്പ് പായസം ബാക്കിയായി. സോ എന്ത് ചെയ്തു? ഹൗ മെനി കിഡ്സ് ഇൻ ക്ലാസ് 3 were given പായസം? അങ്ങനെയാണെങ്കിൽ 3ാം ക്ലാസ്സിൽ എത്ര കുട്ടികൾക്കായിരിക്കും പായസം കൊടുത്തിട്ടുണ്ടായിരിക്കുക? അപ്പോൾ ആകെ കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യം 4 ആയിരുന്നു, പിന്നെ കൊണ്ടുവന്നത് 2. അപ്പോൾ 4ഉം 2 എത്രയായി? 6 ആയി അല്ലേ. അപ്പോൾ 6 × 7 ആണ്, ഓരോന്നിലും 7 ഗ്ലാസ്സസ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ 42 ആണ് ആകെ കൊണ്ടുവന്നത്. അതിലെന്താ പറയുന്നത്? ആ 42ൽ നിന്നും 2 എണ്ണം ലെഫ്റ്റായി അല്ലേ, ബാക്കിയായി. അപ്പോൾ എത്രയാണ്? 4. അപ്പോൾ ക്ലാസ് 4ലെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ക്ലാസ് 3ലെ ക്ലാസ് 3 സ്റ്റുഡൻസ് 40 അല്ലേ, 40 സ്റ്റുഡൻസ് ആണ് അവിടെ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി മറ്റൊരു രീതിയിൽ ഇത് എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം ഉണ്ടായിരുന്നത് ഇവിടെ എന്താണ്? 4 × 7 ആണല്ലേ. 4 × 7 എന്ന് പറയുന്നത് 28 ആയിരുന്നു. പിന്നെ 2 × 7 വന്നു, അത് 14 ആയി. ദെൻ 28 + 14 = എത്രയായി? 42 എന്ന് ആയി. ദെൻ എന്ത് ചെയ്യാം? 42 - 2 = 40. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ആൻസർ കണ്ടെത്താൻ വേണ്ടി പറ്റും. ദെൻ ഹൗ മെനി ട്രേസ് ഓഫ് പായസം were brought? എത്ര ട്രേ പായസമാണ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. എത്രയായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്? 6 ആണ് അല്ലേ. ഹൗ മെനി കപ്സ് ഓഫ് പായസം were there in each tray? ഒരു ട്രേയിലും 7 കപ്സ് ആണ് ഉണ്ടായിരുന്നത്. ഹൗ മെനി കപ്സ് ഓഫ് പായസം were there in all? ആകെ എത്രയായിരുന്നു? 42 ആണ്. ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ക്ലാസ് 3 എത്രയാണ്? 40. ഓക്കെ, അപ്പോൾ ഇത് ഇതേപോലെ നിങ്ങൾ എഴുതി കൊടുക്കുക. ഇനി ഇതിൻ്റെ ഇടയിൽ വേറെ ഒരെണ്ണം കൂടെ അവിടെ അതിൻ്റെ സൈഡിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു. ഏതാണ്? 3 × 7 എന്ന് പറയുന്നത് 21. അതുപോലെ തന്നെ 4 × 7 28. നെക്സ്റ്റ് എന്താണ്? 5 × 7 എത്രയാണ്? 35. 6 × 7 എന്ന് പറയുന്നത് 42. അടുത്തത് വരുന്നത് 7 × 7 ആണ്. എത്ര വരും? 49. നെക്സ്റ്റ് വൺ 8 × 7 എന്ന് പറയുന്നത് 56. 9 × 7 = 63. 10 × 7 = 70. അപ്പോൾ അതും നിങ്ങൾ അവിടെ എഴുതി കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ഈ പേജിൽ കഴിഞ്ഞു. നെക്സ്റ്റ് പേജിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് വൺ എന്താണെന്ന് നോക്കാം. ഇവിടെ പറയുന്നത് 2 class 2 എന്നാണ്. എന്താണ്? അടുത്ത ക്ലാസ്സിലേക്കും കൊടുക്കുകയാണ്.
10 trays were needed to give പായസം to children of class 2. അപ്പോൾ 2ാം ക്ലാസ്സിലേക്കും കൂടെ പായസം കൊടുക്കുകയാണ്. 3ാം ക്ലാസ്സിലേക്ക് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞല്ലോ. അപ്പോൾ അവിടെ കൊടുക്കുമ്പോൾ 10 ട്രേ പായസം വേണം. ഹൗ മെനി ചിൽഡ്രൻ ആർ ദർ ഇൻ ക്ലാസ് 2? അങ്ങനെയാണെങ്കിൽ ക്ലാസ് 2ൽ എത്ര കുട്ടികളാണ് ഉണ്ടായിരിക്കുക? അപ്പോൾ എത്രയാണ് ട്രേ വേണ്ടത്? 10 ആണല്ലേ. അപ്പോൾ 10 × 7 എന്ന് പറയുന്നത് 70. സോ അവിടെ ടോട്ടൽ സ്റ്റുഡൻസ് എത്രയായിരിക്കും? ടോട്ടൽ സ്റ്റുഡൻസ് in class 2 equal to 70. ഓക്കെ, അപ്പോൾ 70 കുട്ടികളാണ് അവിടെ ഉണ്ടായിരിക്കുക. ഇനി അവിടെ പറയുന്നുണ്ട് 7 trays with 4 cups of പായസം on each. how many cups are there in all? ഇനി 4 കപ്പ് പായസം വീതം 7 ട്രേയിൽ കൊണ്ടുവരിക. ഇപ്പം എന്താ കൊണ്ടുവന്നിട്ടുള്ളത്? 7 കപ്പ് പായസം 4 ട്രേയിലാണ് അല്ലേ. അപ്പോൾ എത്രയായിരിക്കും? അഥവാ 4 × 7 എന്ന് പറയുന്നത് എത്രയാണ്? 28 ആണ്. ഇനി 7 × 4 എന്ന് പറയുന്നത് 28 ആണ്. അപ്പോൾ അവിടെ എങ്ങനെ കൊണ്ടുവന്നാലും എന്താണ്? ടോട്ടൽ 28 തന്നെയായിരിക്കും. അത് തന്നെയാണ് താഴെ പറയുന്നത്. എന്താണ്? ഇവിടെ നോക്കൂ, ഇവിടെ ഓരോ ട്രേയിലും 7 പായസമാണുള്ളത്. ഇവിടെ ഓരോ ട്രേയിലും 4 പായസമാണുള്ളത്. പക്ഷേ ഇത് 7 ടൈംസ് കൊണ്ടുവന്നു, ഇത് 4 ടൈംസ് കൊണ്ടുവന്നു. അപ്പോൾ 4 × 7ഉം 7 × 4ഉം 28 തന്നെയാണ് ആൻസർ വരുന്നത്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാലും ആൻസർ സെയിം തന്നെയായിരിക്കും. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. തണൽ കുടുംബശ്രീയാണ്. തണൽ കുടുംബശ്രീ യൂണിറ്റ് മേക്സ് അംബ്രല്ലാസ്. മീനൂസ് മദർ ഈസ് എ മെമ്പർ ഓഫ് ദിസ് യൂണിറ്റ്. അപ്പോൾ തണൽ കുടുംബശ്രീ യൂണിറ്റ് എന്ത് നിർമ്മിക്കുകയാണ്? അംബ്രല്ല ഉണ്ടാക്കുകയാണ്. അപ്പോൾ മീനുവിൻ്റെ അമ്മ ഈ ഒരു യൂണിറ്റിലെ ഒരു മെമ്പറാണ്. ഷീ ഗോട്ട് ആൻ ഓർഡർ ഫോർ 11 അംബ്രല്ലാസ്. അപ്പോൾ 11 അംബ്രല്ല ഉണ്ടാക്കാനുള്ള ഓർഡറാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഈച്ച് അംബ്രല്ലാസ് മസ്റ്റ് ഹാവ് 8 റിബ്സ്. അപ്പോൾ ഓരോ അംബ്രല്ലക്കും എന്ത് വേണം? 8 റിബ്സ് വേണം, അഥവാ കുടക്കമ്പികൾ വേണം. ഷീ ഹാസ് ഇനഫ് റിബ്സ് ടു മേക്ക് 3 അംബ്രല്ലാസ്. അപ്പോൾ ഓൾറെഡി അവരുടെ വീട്ടിൽ എന്തുണ്ട്? ഒരു കുട നിർമ്മിക്കാനുള്ള 8 കമ്പികളാണ് വേണ്ടത്. അപ്പോൾ 3 കുട നിർമ്മിക്കാനുള്ള കമ്പികൾ അവരുടെ വീട്ടിലുണ്ട്. ദെൻ ഹൗ മെനി റിബ്സ് ഡസ് ഷീ ഹാവ് അറ്റ് ഹോം? അപ്പോൾ എത്ര ഇത് നിർമ്മിക്കാനുള്ള എത്ര റിബ്സ് ആണ് അവരുടെ വീട്ടിലുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 3 കുടക്കാണല്ലേ. ഒരു കുടക്ക് 8 വേണം, രണ്ടാമത്തെ കുടക്ക് 8, മൂന്നാമത്തെ കുടക്ക് 8, അഥവാ 3 × 8 ആണ്. 3 × 8 എത്രയാണ്? 24. അപ്പോൾ 24 റിബ്സ് അവരുടെ വീട്ടിൽ ഓൾറെഡി ഉണ്ട്. മീനു വെൻ വിത്ത് ഹെർ മദർ ടു ബൈ റിബ്സ് ഫോർ ദ റിമൈനിങ് 8 അംബ്രല്ലാസ്. ഹൗ മെനി റിബ്സ് ആർ നീഡഡ്? അപ്പോൾ ഇനി ബാക്കിയുള്ള 8 അംബ്രല്ല ഉണ്ടാക്കാനുള്ള റിബ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മീനും കൂടെ അമ്മയുടെ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ എത്ര എണ്ണം വേണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഒരെണ്ണം ഉണ്ടാക്കാൻ 8 ആണ് വേണ്ടത് അല്ലേ. 8 എണ്ണമാണ് അവിടെ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ 8 × 8 ആണ്. അപ്പോൾ എത്രയാണ്? 64 എന്ന് കിട്ടും. അപ്പോൾ 64 റിബ്സ് ആണ് അവിടെ ആവശ്യമായിട്ടുള്ളത്. ഇനി അടുത്തത് ചോദിക്കുന്നുണ്ട് ഹൗ മെനി റിബ്സ് ആർ നീഡഡ് ഫോർ 11 അംബ്രല്ലാസ്. 11 അംബ്രല്ലാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര റിബ്സ് ആണ് വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ 8 അംബ്രല്ലാസ് ഉണ്ടാക്കണമെങ്കിൽ എത്ര വേണം? 64 വേണം അല്ലേ. 8 × 8 എന്ന് പറയുന്നത് 64 ആണ്. പിന്നെ 3 × 8 നമ്മൾ പറഞ്ഞു എത്രയാണ്? 24 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 11 അംബ്രല്ലാസ് കിട്ടും അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 64 + 24 ചെയ്ത് നോക്കിയാൽ മതി. എത്ര കിട്ടും? 88 എന്ന് കിട്ടും. ഓക്കെ, 88 ആണ് അവിടെ വേണ്ടത്. അപ്പോൾ എത്ര വേണം? 88. ദെൻ ഹൗ മൈ ഫ്രണ്ട്സ് കാൽക്കുലേറ്റഡ് എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം? 11 × 8 = നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ 11 × 8 അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 10 × 8 നോക്കുക. അപ്പോൾ എത്ര കിട്ടും? 80. ബാലൻസ് ഉള്ളത് 1 × 8 ആണ്. അപ്പോൾ അതും 8. ദെൻ 80 + 8 എന്ന് പറയുന്നത് 88. അപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. നമുക്ക് കാൽക്കുലേറ്റ് ദ ആൻസേഴ്സ് ആൻഡ് റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക് എന്നുള്ളതാണ്. ഇതിൻ്റെ ആൻസേഴ്സ് എന്ത് ചെയ്യണം? നിങ്ങൾ നോട്ട്ബുക്കിലാണ് എഴുതേണ്ടത്. നമുക്ക് ഇവിടെ ഇപ്പോൾ എഴുതിയിട്ട് പറഞ്ഞു തരാം, പക്ഷേ നിങ്ങളിത് നോട്ട്ബുക്കിലേക്ക് എടുത്ത് എഴുതാം. Then first one, the price of 1 packet of crayons is 8 rupees. എന്താണ്? ഒരു പാക്കറ്റ് ക്രയോണിന് 8 രൂപയാണ്. How much is needed to buy 6 packets? അപ്പോൾ 6 പാക്കറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടി എത്ര രൂപ വേണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരെണ്ണത്തിന് എത്രയാണ്? ഒരെണ്ണത്തിന് 8 രൂപ. 6 എണ്ണയാണ് വാങ്ങിക്കേണ്ടത്. അപ്പോൾ 6 × 8 ചെയ്താൽ മതി അല്ലേ. 6 × 8 അല്ലെങ്കിൽ എന്ത് ചെയ്യുക? 8നെ നമുക്ക് 8 ടൈംസ് എഴുതിയിട്ട് നമുക്ക് എഴുതാം.
ഇനി അതെല്ലാം സിമ്പിളായിട്ട് 6 × 8 എഴുതിയാലും ഈ ആൻസർ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ 6 × 8 എന്ന് പറയുന്നത് എത്രയാണ്? 48 ആണല്ലേ. അപ്പോൾ 48 റുപ്പീസാണ് അവിടെ ആവശ്യമായിട്ടുള്ളത്. മീനൂസ് സ്കൂൾ നീഡ്സ് 8 പേപ്പർ കട്ടേഴ്സ്. ദ പ്രൈസ് ഓഫ് 1 ഈസ് 7 rupees. ഹൗ മച്ച് മണി ഈസ് നീഡഡ്? അപ്പോൾ മീനുവിൻ്റെ സ്കൂളിൽ 8 പേപ്പർ കട്ടർ വേണം, ഒരെണ്ണത്തിന് 7 രൂപയാണ്. എത്ര രൂപയാകും? അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 7നെ എന്ത് ചെയ്യാം? എത്ര പ്രാവശ്യം? 8 പ്രാവശ്യം വേണ്ടിയിട്ട് എഴുതിയിട്ട് നമുക്ക് ചെയ്യാം. 1 2 3 4 5 6 7 8. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 8 × 7 ചെയ്ത് നോക്കാം. 8 × 7 എത്രയാണ്? 8 × 7 എന്ന് പറയുന്നത് 56. അപ്പോൾ 56 റുപ്പീസാണ് അവിടെ ആവശ്യമായിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, എ കേക്ക് ക്യാൻ ബി കട്ട് ഇൻ ടു 8 pieces. ഒരു കേക്കിന് 8 പീസായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. 5 cakes were bought and cut as shown in the picture. അപ്പോൾ 8 കേക്ക് വാങ്ങിച്ചിട്ട് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ കട്ട് ചെയ്തു. ഹൗ മെനി പീസസ് ആർ ദർ? അപ്പോൾ എത്ര പീസ് ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാം ഒരു കേക്കിന് 8 പീസാണ്. അപ്പോൾ ഒന്നാമത്തെ കേക്ക് 8 പീസ്, രണ്ടാമത്തെ കേക്ക് 8 പീസ്, മൂന്നാമത്തെ കേക്ക് 8, നാലാമത്തെ 8, അഞ്ചാമത്തെ 8. അഥവാ 8 × 5 അല്ലേ. 8 × 5 എന്ന് പറയുന്നത് എത്രയാണ്? 40. അപ്പോൾ അവിടെ ടോട്ടൽ 40 പീസസ് ആണ് ഉണ്ടായിരിക്കുക. Didn't you see the picture of the chess board on page number 127? നമ്മൾ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഒരു ചെസ് ബോർഡ് കണ്ടു അല്ലേ. അപ്പോൾ ആ ചെസ് ബോർഡിൽ എത്ര സ്ക്വയർ ഉണ്ട്, അതുപോലെ തന്നെ അതിൽ ആകെയുള്ള എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ 4 ആണ് ആകെ. 4 ഇതാണുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാൻ വേണമെങ്കിൽ, അഥവാ ഇങ്ങോട്ട് 4ഉം 2 3 4 5. ഓക്കെ, ഇങ്ങനെ 8 ഉണ്ട്. പിന്നെ ഇങ്ങോട്ടും എത്രയുണ്ട്? 8 ഉണ്ട്. അപ്പോൾ ഇവിടെയും 8 വരും, ഇങ്ങോട്ടും 8 വരും. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 8 × 8 ചെയ്താൽ മതി അല്ലേ. എത്രയാണ് ചെയ്യേണ്ടത്? 8 × 8. 8 × 8 എന്ന് പറയുന്നത് 64. അപ്പോൾ 64 സ്ക്വയേഴ്സ് ആണ് അവിടെ ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഷിപ്പ് ടു വിഴിഞ്ഞം പോർട്ട് ക്യാരിങ് എ ക്രെയിൻ ഫ്രം ചൈന took 3 weeks to make the trip. എന്താ പറയുന്നത്? ചൈനയിൽ നിന്നും ഒരു ഷിപ്പ് വരികയാണ്. അത് ഇവിടെ എത്തണമെങ്കിൽ, നമ്മുടെ പോർട്ടിൽ എത്തണമെങ്കിൽ 3 ആഴ്ച എടുക്കും. സോ ഹൗ മെനി ഡേയ്സ് ഡിഡ് ഇറ്റ് ട്രാവൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എത്ര ദിവസമാണത് ട്രാവൽ ചെയ്യുന്നത്? നമുക്കറിയാം 3 weeks ആണ് എടുക്കുന്നത്. 1 week എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 days ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? 3 weeks ആണ് എടുക്കുന്നത്. ഓരോന്നും 7 days ആണ്. 3 × 7 എന്ന് പറയുന്നത് 21. അപ്പോൾ ടോട്ടൽ 21 days ആണത് എടുക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. നെക്സ്റ്റ് വൺ, ഫിൽ ഇൻ ദ എംപ്റ്റി സെൽസ് എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്നത്. ഇത് ഇവിടെ 8 എന്ന് പറയുന്നത് 1 × 8 ആണ് 8. ദെൻ 2 × 8 16. 3 × 8 ആണ് ഇവിടെ വരുന്നത്. 3 × 8 അപ്പോൾ എത്രയാണ്? 24. ഇനി 4 × 8 ആണ് നെക്സ്റ്റ് വരുന്നത്. 32 എന്ന് വരും. 40 എന്ന് പറയുന്നത് 5 × 8 ആണ്. ഇനി 6 × 8 എന്ന് പറയുന്നത് എത്രയാണ്? 48 ആണ്. 7 × 8 ആണ് നെക്സ്റ്റ് വരേണ്ടത്. 56 വരും. 64 എന്ന് പറയുന്നത് 8 × 8 ആണ്. 9 × 8 എന്ന് പറയുന്നത് 72 ആണ്. ദെൻ 10 × 8 എന്ന് പറയുന്നത് 80. അപ്പോൾ ഇങ്ങനെയാണ് ഇത് എഴുതി കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വേണം നോക്കാം. നെക്സ്റ്റും ഇതേപോലെ തന്നെയാണ്. 1 × 7 7. 2 × 7 ആണ് ഇവിടെ വരുന്നത് 14. ദെൻ 3 × 7 എത്രയാണ്? 21. 4 × 7 എന്ന് പറയുന്നത് 28. 5 × 7 എന്ന് പറയുന്നത് 35. 42 എന്ന് പറയുന്നത് 6 × 7 ആണ്. 49 എന്ന് പറയുന്നത് 7 × 9 ആണ്. 7 × 7 ആണ്. 8 × 7 എന്ന് പറയുന്നത് 56. 9 × 7 എന്ന് പറയുന്നത് 63. ദെൻ 10 × 7 എന്ന് പറയുന്നത് 70. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു പാറ്റേൺ മനസ്സിലായാൽ മതി, പിന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. സെല്ലിംഗ് സമൂസ എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്നത്. മീനൂസ് ഫാദർ ആൻഡ് ബ്രദർ വെൻ ടു ബൈ സമൂസ ഫോർ ദോസ് മേക്കിംഗ് അംബ്രല്ലാസ്. അപ്പോൾ അംബ്രല്ല ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഒരു സമൂസ കൊടുക്കാൻ വേണ്ടി മീനുവിൻ്റെ അച്ഛനും കൂടെ കടയിലേക്ക് പോയിരിക്കുകയാണ്. ദ പ്രൈസ് ഓഫ് എ സമൂസ ഈസ് 9 rupees. അപ്പോൾ ഒരു സമൂസയുടെ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 9 rupees ആണ്. സർ ഹർ ഫാദർ ബോട്ട് 8. അപ്പോൾ ഫാദർ എന്ത് ചെയ്തു? 8 സമൂസ വാങ്ങിച്ചു. ഹൗ മച്ച് ഷുഡ് ബി ഹി പേ? അപ്പോൾ എത്ര രൂപ അദ്ദേഹം കൊടുക്കേണ്ടി വരും എന്നാണ് ചോദിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം? ദ പ്രൈസ് ഓഫ് എ സമൂസ
എത്രയാണ്? 9 rupees ആണല്ലേ. അപ്പോൾ 9 rupees എന്ന് എഴുതി കൊടുക്കുക. 9 rupees. ദെൻ ടോട്ടൽ സമൂസ എത്ര സമൂസ വാങ്ങിച്ചു? 8 സമൂസ വാങ്ങിച്ചു അല്ലേ. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടോട്ടൽ പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ പ്രൈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ സമൂസയുടെ പൈസ കൊടുത്തു. 1 2 3 4 5 6 7 8 ഈക്വൽ ടു എന്തിന് തുല്യമാണ്? 8 ഇൻറ്റു 9 തുല്യമാണ്, അല്ലെങ്കിൽ 9 ഇൻറ്റു 8 തുല്യമാണ്. അപ്പോൾ എത്രയാണ്? 72 rupees ആയിരിക്കും ഫാദർ കടക്കാരനക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ താഴെയുള്ളതിലേക്ക് കടക്കാം. താഴെയുള്ളത് 3 ഇൻറ്റു 9 എന്ന് പറയുന്നത് എത്രയാണ്? 3 ഇൻറ്റു 9 27, 5 ഇൻറ്റു 9 എന്ന് പറയുന്നത് 45, 7 ഇൻറ്റു 9 63, അതുപോലെ തന്നെ 9 ഇൻറ്റു 9 എത്രയാണ്? 81. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വൺ 2 9s മേക്ക്. 2 9s ചേർന്ന് കഴിഞ്ഞാൽ 2 ഇൻറ്റു 9 18 ആയിട്ട് മാറും. 4 9s മേക്ക് എത്രയാണ്? 4 ഇൻറ്റു 9 എത്ര കിട്ടും? 4 ഇൻറ്റു 9 എന്ന് പറയുന്നത് 36. ദെൻ 6 9s മേക്ക്. അപ്പോൾ 6 ഇൻറ്റു 9 എത്രയാണ്? 54. നെക്സ്റ്റ് വൺ 8 ഇൻറ്റു 9 ആണ്. അപ്പോൾ അതെന്താണ് നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. എത്രയാണ്? അവിടെ 8 ആണല്ലേ. 8 9s മേക്ക്. ഓക്കെ, 8 ഇൻറ്റു 9 എത്രയാ? 72. നെക്സ്റ്റ് വൺ 10 ആണ്. സോ 10 9s മേക്ക്. 10 ഇൻറ്റു 9 90. നെക്സ്റ്റ് വൺ 50 ആണല്ലോ. അപ്പോൾ ഇവിടെ എന്താ എഴുതേണ്ടത്? 50 9s മേക്ക്. 50 ഇൻറ്റു 9 4. ഇത് എങ്ങനെ കാണുകയെന്നറിയോ? 5 ഇൻറ്റു 9 എത്രയാണ്? 45 അല്ലേ. പിന്നെ നമ്മൾ ഈ 0 ഇട്ട് കൊടുത്താൽ മതി, അഥവാ 450. ഇനി നെക്സ്റ്റ് വൺ 100 ആണ്. സോ ഇവിടെ എഴുതേണ്ടത് 100 9s മേക്ക്. 100 ഇൻറ്റു 9. 9 ഇൻറ്റു 1 എത്രയാണ്? 9, പിന്നെ 2 0, അഥവാ 900. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ജസ്റ്റ് മനസ്സിലാക്കുക, എഴുതി കൊടുക്കുക, വേറെ ഒന്നും ചെയ്യേണ്ട. ഇനി നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാം. മൾട്ടിപ്ലൈ ആൻഡ് പ്ലേ എന്നുള്ളതാണ് അടുത്തതായിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് എഴുതി നോക്കണം. മൾട്ടിപ്ലൈ ആൻഡ് പ്ലേ. ഓക്കെ, ഇവിടെ ആദ്യത്തേതിൽ 1 അല്ലേ. 1 ഇൻറ്റു 1 2 ഇൻറ്റു 1 3 ഇൻറ്റു 1 4 ഇൻറ്റു 1 5 ഇൻറ്റു 1 6 ഇൻറ്റു 1 7 ഇൻറ്റു 1 8 ഇൻറ്റു 1 9 ഇൻറ്റു 1 10 ഇൻറ്റു 1. നെക്സ്റ്റ് വണ് 2ൻ്റെ ആണ്. അതിൽ മിസ്സായിട്ടുള്ളത് 10 ഇൻറ്റു 2 ആണ് മിസ്സായിട്ടുള്ളത്. അപ്പോൾ അവിടെ 10 ഇൻറ്റു 2 എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ 3ൻ്റെ ടേബിൾ ആണ്. അവിടെ മിസ്സായിട്ടുള്ളത് 9 ഇൻറ്റു 3യും അതുപോലെ 10 ഇൻറ്റു 3യുമാണ് മിസ്സായിട്ടുള്ളത്. നെക്സ്റ്റ് വൺ 4ൻ്റേതാണ്. 7 ഇൻറ്റു 4 വരെ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ 8 ഇൻറ്റു 4, then 9 into 4, 10 into 4. ഓക്കെ, നെക്സ്റ്റ് വൺ 5 ആണ്. 6 ഇൻറ്റു 5 വരെ എഴുതിയിട്ടുണ്ട്. പിന്നെ 7 ഇൻറ്റു 5, 8 ഇൻറ്റു 5, 9 ഇൻറ്റു 5, 10 ഇൻറ്റു 5. അത് കഴിഞ്ഞാൽ വരുന്നത് 6 ആണ്. 5 ഇൻറ്റു 6 വരെ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ 6 ഇൻറ്റു 6, 7 ഇൻറ്റു 6, 8 ഇൻറ്റു 6, 9 ഇൻറ്റു 6, 10 ഇൻറ്റു 6. പിന്നെ വരുന്നത് 7ൻ്റേതാണ്. 4 ഇൻറ്റു 7 വരെ എഴുതിയിട്ടുണ്ട്. ദെൻ 5 ഇൻറ്റു 7, 6 ഇൻറ്റു 7, 7 ഇൻറ്റു 7, 8 ഇൻറ്റു 7, അത് കഴിഞ്ഞാൽ 9 ഇൻറ്റു 7, 10 ഇൻറ്റു 7. പിന്നെ വരുന്നത് 8ൻ്റെ ആണ്. 3 ഇൻറ്റു 8 വരെ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ 4 ഇൻറ്റു 8, 5 ഇൻറ്റു 8, 6 ഇൻറ്റു 8, 7 ഇൻറ്റു 8, 8 ഇൻറ്റു 8, 9 ഇൻറ്റു 8, ദെൻ 10 ഇൻറ്റു 8. പിന്നെ 9ൻ്റേതാണ്. 2 ഇൻറ്റു 9 വരെ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ 3 ഇൻറ്റു 9, ദെൻ 4 ഇൻറ്റു 9, 5 ഇൻറ്റു 9, 6 ഇൻറ്റു 9, 7 ഇൻറ്റു 9, 8 ഇൻറ്റു 9, 9 ഇൻറ്റു 9, 9 ഇൻറ്റു 10. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി ഇതിൽ താഴെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്താണ് നമുക്ക് നോക്കാം. ആദ്യം ചോദിച്ചിട്ടുള്ളത് റൈറ്റ് ദ പ്രൊഡക്ട്സ് ഇൻ ദ കളേർഡ് സെൽസ് ഹിയർ. ഇവിടെ കളർ ചെയ്തിട്ടുള്ള സെൽസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഈ സെല്ലുകളാണ് അല്ലേ. ഇവിടെയുള്ള ഈ 1 ഇൻറ്റു 1 എന്ന് പറയുന്ന സെല്ലിൻ്റേതാണ്. 1 ഇൻറ്റു 1, 2 ഇൻറ്റു 1 അതൊക്കെയാണ്. അപ്പോൾ ആദ്യം 1 ഇൻറ്റു 1ൻ്റെ പ്രൊഡക്റ്റ് എന്താണ്? 1 തന്നെയാണ്. 2 ഇൻറ്റു 2 എന്ന് പറയുന്നത് 4 ആണ്.
3 ഇൻറ്റു 3 9 ആണ്. 4 ഇൻറ്റു 4 എന്ന് പറയുന്നത് 16, 5 ഇൻറ്റു 5 25, 6 ഇൻറ്റു 6 36, 7 ഇൻറ്റു 7 49, ദെൻ 8 ഇൻറ്റു 8 64, 9 ഇൻറ്റു 9 81. അത് കഴിഞ്ഞാൽ വരുന്നത് എന്താണ് 10 ഇൻറ്റു 10 എന്ന് പറയുന്നത് 100. ഓക്കെ, അപ്പോൾ അത്രയുമാണ് പ്രൊഡക്റ്റ് ആയിട്ട് അവിടെ വരുന്നത്. ആ പ്രൊഡക്റ്റ് നിങ്ങൾ എഴുതി കൊടുക്കുക. റൈറ്റ് ദ പ്രൊഡക്ട്സ് ഇൻ ദ 8th റോ ഹിയർ. ഈസ് ദർ എനി സ്പെഷ്യൽ അബൌട്ട് ദ. ഇനി 8th റോ ഏതാണ്? 8th റോ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ഇവിടെ എന്താണ് 1 ഇൻറ്റു 8 എന്ന് പറയുന്നത് എന്താണ് 8 ആണ്. 1 ഇൻറ്റു 8 8 ആണ്. അടുത്തത് 2 ഇൻറ്റു 8 എന്ന് പറയുന്നത് 16 ആണ്. അത് കഴിഞ്ഞാൽ 3 ഇൻറ്റു 8 എന്ന് പറയുന്നത് 24, 4 ഇൻറ്റു 8 എന്ന് പറയുന്നത് 32, അത് കഴിഞ്ഞാൽ 5 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 14, ദെൻ 6 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 48, 7 ഇൻറ്റു 8 56, ദെൻ 64, അത് കഴിഞ്ഞാൽ വരുന്നത് 72, പിന്നെ വരുന്നത് 80. ഇതിനെന്താണ് സ്പെഷ്യൽ? ഇത് 8ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതാം? ടേബിൾ ഓഫ് 8 എന്ന് എഴുതി കൊടുക്കാം. ടേബിൾ ഓഫ് 8. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്തത് സ്വിച്ച് ഓൺ ലൈറ്റ്സ് എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്നത്. മീനൂസ് പ്രൊജക്ട് ഫോർ ദ മാത്ത് ഫെയർ. മാത്ത് ഫെയർ ഉണ്ടാക്കിയ ഒരു പ്രൊജക്റ്റാണിത്. Calculate the product below each switch and fill in the bulb showing this number with the same color as the switch. Join the switch at the bulb. അപ്പോൾ എന്താണ്? സ്വിച്ചിന് താഴെയുള്ള ഓരോന്നും നമ്മൾ ചെയ്ത് നോക്കുക. അതിൻ്റെ പ്രൊഡക്റ്റ് വരുന്നത് ഏത് ബൾബാണോ അതിലേക്ക് ആ ഒരു നിറത്തിൽ നിങ്ങൾ യോജിപ്പിച്ച് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ഇൻറ്റു 9 ആണ് അല്ലേ. 3 ഇൻറ്റു 9ൻ്റെ ആൻസർ നമ്മൾ ആദ്യം കണ്ടെത്തണം. എന്നിട്ട് അതിന് അതേ നിറമുള്ളത് കൊടുക്കണം. 3 ഇൻറ്റു 9 എന്ന് പറയുന്നത് 27 ആണല്ലേ. അപ്പോൾ 27 എന്ത് ചെയ്യുക? ആദ്യം തന്നെ ഗ്രീന് പോയിട്ട് നമ്മൾ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇത് മാച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി 5 ഇൻറ്റു 5 ആണ്. 5 ഇൻറ്റു 5 എത്രയാണ്? 25 ആണ്. അപ്പോൾ ഇതിന് റെഡ് കൊടുക്കുക. 25ന് റെഡ് കൊടുക്കുക. ഇനി ഇത് മാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി 7 ഇൻറ്റു 3 ആണ് വരുന്നത്. 7 ഇൻറ്റു 3 എത്രയാണ്? 7 ഇൻറ്റു 3 21 ആണല്ലേ. അപ്പോൾ 21ന് യെല്ലോ കൊടുക്കുക. 21ലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി 6 ഇൻറ്റു 6 എന്ന് പറയുന്നത് 36 ആണ്. സോ 36ന് ബ്ലൂ കൊടുക്കുക. ഇതിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് ഓക്കെ, നെക്സ്റ്റ് വൺ 9 ഇൻറ്റു 9 എന്ന് പറയുന്നത് 81 ആണല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓറഞ്ച് കളറില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? യെല്ലോയും കുറച്ച് റെഡും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഓറഞ്ച് ആണ് കേട്ടോ, ഓറഞ്ച് കളറാണ് ഇത്. 9 ഇൻറ്റു 9 എന്ന് പറയുന്നത് 81 ആണ്. ഇനി ലാസ്റ്റ് വൺ എന്താണ്? 6 ഇൻറ്റു 8 ആണല്ലേ. 6 ഇൻറ്റു 8 എന്ന് പറയുന്നത് എത്രയാണ്? 48 ആണല്ലേ. അപ്പോൾ 48ലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഫൈനൽ വരിക. അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങളിത് ചെയ്തു കൊടുക്കാൻ. ഇനി നെക്സ്റ്റ് വേണം നോക്കാം. ക്രിക്കറ്റ് മാച്ചാണ് നടക്കുന്നത്. മീനു സിസ്റ്റർ ഹിറ്റ് 7 6s. എന്താണ്? മീനുവിൻ്റെ സിസ്റ്ററിന് 7 6 കിട്ടി. അതുപോലെ തന്നെ 15 ബൗണ്ടറീസ് കിട്ടി, അഥവാ 4 റൺസിൻ്റേത്. ഹൗ മെനി റൺസ് ഷീ ഗെറ്റ് ഫ്രം ദീസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് നമുക്കറിയാം 11 6 ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ 11 6 എന്ന് പറയുമ്പോൾ 11 ഇൻറ്റു 6. ഓക്കെ, അപ്പോൾ 11 ഇൻറ്റു 6 ചെയ്യാൻ ആദ്യം നമുക്ക് 10 ഇൻറ്റു 6 ചെയ്ത് നോക്കാം. പ്ലസ് എന്തും കൂടെ ചെയ്യാം? 1 ഇൻറ്റു 6ഉം കൂടെ ചെയ്യാം. 10 ഇൻറ്റു 6 എന്ന് പറയുന്നത് 60, പ്ലസ് 1 ഇൻറ്റു 6 എന്ന് പറയുന്നത് 6, ടോട്ടൽ 66 എന്ന് കിട്ടും. ഇനി അടുത്തത് എന്താണ്? 15 ബൗണ്ടറീസ് കിട്ടിയിട്ടുണ്ട് അല്ലേ. ബൗണ്ടറി കിട്ടിയിട്ടുണ്ട് 15 ഇൻറ്റു 4. അത് നമുക്ക് എന്ത് ചെയ്യാം? 10 ഇൻറ്റു 5 പ്ലസ് എന്തുണ്ട്? 10 ഇൻറ്റു 4 ആണ് കേട്ടോ. 10 ഇൻറ്റു 4 പ്ലസ് 5 ഇൻറ്റു 4. അപ്പോൾ 10 ഇൻറ്റു 4 എന്ന് പറയുന്നത് 40 ആണ്. 5 ഇൻറ്റു 4 എന്ന് പറയുന്നത് 20, ടോട്ടൽ 60 എന്ന് കിട്ടും. ടോട്ടൽ കാണാം. ഈ 66ഉം 60യും കൂടെ ആഡ് ചെയ്ത് നോക്കുക. 126 എന്നുള്ളത് കിട്ടും. ഇനി റൺസ് ഫ്രം സിക്സേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. 10 times 6 equal to 16, 1 times 6 equal to 6, 11 times 6 equal to 66. ഇനി റൺസ് ഫ്രം ബൗണ്ടറീസ് ആണ്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 10 times 4 നോക്കാം. അപ്പോൾ 40 കിട്ടും. പിന്നെ നോക്കേണ്ടത് 5 times 4 നോക്കുക. അപ്പോൾ എത്ര കിട്ടും? 20 കിട്ടും. സോ ടോട്ടൽ 50 times 4 എത്രയാണ്? 60 എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടിയാണ് താഴെ നമുക്ക് കൂട്ടിയിട്ട് തന്നിട്ടുള്ളത്. ഇനി ഇവിടെ 15 ഇൻറ്റു 1 എത്രയാണ്? 15 ആണ്. 15 ഇൻറ്റു 2 എന്ന് പറയുന്നത് 30 ആണ്.
ദെൻ 15 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 45, 15 ഇൻറ്റു 4 16, 15 ഇൻറ്റു 5 75. ദെൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാതെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് ചോദിക്കുന്നത്. 29 ഇൻറ്റു 8 ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 20 ഇൻറ്റു 8 നോക്കുക, പിന്നെ 9 ഇൻറ്റു 8 നോക്കുക. അപ്പോൾ ഉത്തരം 232 എന്ന് നിങ്ങൾക്ക് കിട്ടും. ഇനി അടുത്ത് ചോദിച്ചിട്ടുള്ളത് 30 ഇൻറ്റു 8 ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു 238ൻ്റെ കൂടെ 8ഉം കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ 240 കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ 8ഉം കൂടെ കൂട്ടിയതാണ് 31 ഇൻറ്റു 8 എന്ന് പറയുന്നത്, അഥവാ 248 എന്ന് ആൻസർ കിട്ടും. ഇനി 50 ഇൻറ്റു 5 നോക്കണമെങ്കിൽ 5 ഇൻറ്റു 5 എത്രയാണ്, 25 ആണ്. അതിൻ്റെ കൂടെ ഈ 0യും കൂടെ ഇട്ട് കൊടുക്കുക. ദെൻ 51 ഇൻറ്റു 5 255. 52 ഇൻറ്റു 5 എന്ന് പറയുന്നത് എത്രയാണ്, ഇതിൻ്റെ കൂടെ 5ഉം കൂടെ കൂട്ടുക. അപ്പോൾ 260 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഇത് നിങ്ങൾ ജസ്റ്റ് കൂട്ടിയിട്ട് എഴുതേണ്ടത്. ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ഇനി നെക്സ്റ്റ് പേജിലേക്ക് കടക്കാം. 137th പേജാണ്. ദ പ്രൈസ് ഓഫ് എ ഡസൻ ബാങ്കേഴ്സ് ഈസ് 25 rupees. എന്താണ്, ഒരു ഡസൻ വളക്ക് 25 rupees ആണ്. മീനു ബ്രോഡ് 4 ഡസൻ റെഡ് ബാങ്കേഴ്സ് ആൻഡ് 3 ഡസൻ ബ്ലൂ. വാട്ട് ഈസ് ദ ടോട്ടൽ പ്രൈസ്? അപ്പോൾ മീനു എന്ത് വാങ്ങിച്ചു, 4 ഡസൻ റെഡ് ബാങ്കേഴ്സും വാങ്ങിച്ചു, 3 ഡസൻ ബ്ലൂവും വാങ്ങിച്ചു. അപ്പോൾ എത്രയാണ് ടോട്ടൽ പ്രൈസ് എന്നാണ്. ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ 12 എണ്ണമാണ് ഉണ്ടായിരിക്കുക, അഥവാ 12 എണ്ണം വളകളാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം നമുക്ക്, നമുക്ക് ആദ്യം തന്നിട്ടുള്ളത് 25 ആണ് അല്ലേ, 25 rupees ആണുള്ളത്. അതിന് 4 റെഡ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ 25 ഇൻറ്റു 4 എന്ന് പറയുന്നത് 100 എന്ന് കിട്ടും. പിന്നെ ഉള്ളത് 25 ഇൻറ്റു 3 ആണ്. 3 എന്ന് പറഞ്ഞാൽ ഏതാണ്, ബ്ലൂ ആണ് വാങ്ങിച്ചത്. അപ്പോൾ 75 എന്ന് കിട്ടും. ടോട്ടൽ കാണാൻ 100 പ്ലസ് 75 ചെയ്താൽ മതി. എത്ര കിട്ടും, 175. ഇനി വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. നമുക്കറിയാം പ്രൈസ് എന്ന് പറയുന്നത് 27 ആണ്. ആദ്യം വാങ്ങിച്ചത് 4, പിന്നെ വാങ്ങിച്ചത് 3 ആണ് അല്ലേ. അപ്പോൾ 4ഉം 3ഉം 7 ആയല്ലേ. അപ്പോൾ 25 ഇൻറ്റു 7 എന്ന് പറയുന്നത് 175 ആണ്. അപ്പോൾ ഇങ്ങനെയും നമുക്കിത് മനസ്സിലാക്കി എഴുതാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് കംപ്ലീറ്റ് ദ ടേബിൾ എന്നുള്ളതാണ് അടുത്തത് നോക്കുന്നത്. 1 ഇൻറ്റു 6 6, 2 ഇൻറ്റു 6 12, ദെൻ 3 ഇൻറ്റു 6 വരും. 3 ഇൻറ്റു 6 എന്ന് പറയുന്നത് 18, ദെൻ 4 ഇൻറ്റു 6 എന്ന് പറയുന്നത് 24, ദെൻ 5 ഇൻറ്റു 6 എത്ര വരും, 30, ദെൻ 6 ഇൻറ്റു 6 എന്ന് പറയുന്നത് 36, 7 ഇൻറ്റു 6 എന്ന് പറയുന്നത് 42, 8 ഇൻറ്റു 6 എന്ന് പറയുന്നത് 48, 9 ഇൻറ്റു 6 എന്ന് പറയുന്നത് 54. ഇനി നെക്സ്റ്റ് വണ് 10ൻ്റേതാണ് അല്ലേ. അപ്പോൾ 10 ഇൻറ്റു 6 എന്ന് പറയുന്നത് അവിടെ കൊടുത്തിട്ടുണ്ട്, 16 ആണ്. 20 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 120 ആണ്. ദെൻ 30 ഇൻറ്റു 6 എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും, 3 ഇൻറ്റു 6 എത്രയാണ്, 18 ആണല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ 0യും കൂടെ ഇട്ട് കൊടുക്കുക, 118 എന്ന് കിട്ടും. അതുപോലെ തന്നെ 40 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 6 നോക്കുക, 24 ആണ്. 0യും കൂടെ ഇട്ട് കൊടുക്കുക, 240. ദെൻ 50 ഇൻറ്റു 60 അങ്ങനെ തന്നെയാണ് വരുന്നത്. എത്ര കിട്ടും, 6 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 30, ദെൻ 0 ഇട്ട് കൊടുക്കുക, 300 എന്ന് കിട്ടും. ദെൻ 60 ഇൻറ്റു 6 എന്ന് പറയുന്നത് 360 എന്ന് വരും. ദെൻ 70 ഇൻറ്റു 6 എന്ന് പറയുന്നത് 420 കിട്ടും. 80 ഇൻറ്റു 6 എന്ന് പറയുന്നത് 480 കിട്ടും. അതുപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് 90 ആണ് അല്ലേ. 90 ഇൻറ്റു 6 എന്ന് പറയുന്നത് 540 കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് അത് നിങ്ങൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ 40 ഇൻറ്റു 6 നമ്മളുടെ അടുത്ത് എന്താണ്, ഡു ഇൻ യുവർ ഹെഡ്, നിങ്ങളുടെ തല ഉപയോഗിച്ചുകൊണ്ട് മനക്കണക്കായിട്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ 44 ഇൻറ്റു 6 ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക, 40 ഇൻറ്റു 6 ചെയ്യുക. അപ്പോൾ അവിടെ 4 ഇൻറ്റു 6 എത്രയാണ്, 24 ആണ്. പിന്നെ 0 ഇട്ട് കൊടുക്കുക, അപ്പോൾ 240. ഇനി 4 ഇൻറ്റു 6 നമുക്കറിയാം 24. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ പോരെ. അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടുന്നത്, അതായിരിക്കും ആൻസർ അല്ലേ. അപ്പോൾ ഇവിടെ 0 വരും, ഇവിടെ 8 വരും, ഇവിടെ 4 വരും. എത്രയാണ്, സോറി ഇത് ഇങ്ങോട്ട് മാറും അല്ലേ. അപ്പോൾ എത്രയായിരിക്കും, ഇവിടെ 264 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നെക്സ്റ്റ് വൺ ഇതാണ്.
ഇതേപോലെ 7ഉം 8ഉം നിങ്ങളുടെ അടുത്ത് എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ ചെയ്തു നോക്കുക. ഇനി അടുത്തത് ഡു ദീസ് കാൽക്കുലേഷൻ ഇൻ യുവർ ഹെഡ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഹെഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ കാൽക്കുലേഷൻ ചെയ്യാനാണ്. 110 × 6 ആണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? നമ്മൾ 100 × 6 ആദ്യം ചെയ്ത് നോക്കുക. ഓക്കെ, 100 × 6 എന്ന് പറയുന്നത് 600 ആണ്. പിന്നെ ബാലൻസ് ഉള്ളത് എന്താണ്? 10 × 6 ആണ്. അപ്പോൾ 60 എന്ന് കിട്ടും. ഇനി 600 + 60 ചെയ്യുക. അപ്പോൾ 660 എന്ന് ആൻസർ കിട്ടും. ഇനി 52 × 6 ആണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് 50 × 6 = 300. ദെൻ പിന്നെ ബാലൻസ് ഉള്ളത് എന്താണ്? 2 × 6 ആണ്. 2 × 6 എന്ന് പറയുന്നത് 12. ഇനി 300 + 12 എന്ന് പറയുന്നത് 312. നെക്സ്റ്റ് വൺ 38 × 6 ആണ്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് 30 × 6 ആദ്യം ചെയ്യാം. സോ 180. പിന്നെയുള്ളത് 8 × 6 ആണ്. 8 × 6 48. ദെൻ 180 + 48 = 228. ഓക്കെ, ദെൻ ഇതേപോലെയുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ അടുത്ത് കണ്ടെത്തിയിട്ട് എഴുതാനും പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെയ്തു നോക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോവാം. കംപ്ലീറ്റ് ദ പൂക്കളം എന്നുള്ളതാണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ ഈ പൂക്കളം നമുക്ക് ആദ്യം നോക്കി ഇതിൻ്റെ റിലേഷൻ മനസ്സിലാക്കിയാലേ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. ഇവിടെ 15 വന്നിട്ടുള്ളത് ഈ 5 × 3 ആണ് 15 എന്ന് പറയുന്നത്. 5 × 7 ആണ് 35 എന്ന് പറയുന്നത്. 5 × 6 അപ്പോൾ എത്രയാണ്? 30 ആണല്ലോ. അപ്പോൾ 30 അവിടെ എഴുതി കൊടുക്കാം. 5 × 12 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം 5 × 10 എഴുതുക. 5 × 10 എത്രയാണ്? 50 ആണ്. പിന്നെ 2 × 10 എഴുതുക. അപ്പോൾ എത്രയാണ്? 20. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 70. അപ്പോൾ ഇവിടെ വരുന്നത് 70. ഇനി 40 കിട്ടണമെങ്കിൽ 5ൻ്റെ കൂടെ ഏത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 40 കിട്ടുക എന്നുള്ളതാണ് അടുത്ത് നമ്മൾ നോക്കേണ്ടത്. സോറി, ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട്. 10 അല്ല കേട്ടോ, 5 ആണ്. സോ ഇവിടെ 10 വരും. സോ ആൻസർ 60 ആയിരിക്കും. 60. ഓക്കെ, നോട്ട് 70, 60. ഇനി അടുത്തത് 5ൻ്റെ കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 40 കിട്ടുന്നത്? 8 ആണല്ലേ. 8 × 5 ആണ് 40 എന്ന് പറയുന്നത്. ഇനി 5 × 15 എത്രയാണെന്ന് നോക്കണം. അതിന് ആദ്യം തന്നെ 10 × 5 ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ കിട്ടി 50. പിന്നെ ഉള്ളത് എന്താണ്? 5 ആണ്. 5 × 5 എന്ന് പറയുന്നത് 25. സോ ടോട്ടൽ 75. അപ്പോൾ ഇവിടെ ആൻസർ എത്രയാണ്? 75 എന്ന് വരും. ഇനി 50 എന്ന ആൻസർ കിട്ടണമെങ്കിൽ 5യുടെ കൂടെ ഏത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 50 എന്ന് കിട്ടുന്നത്? 10 ആണല്ലേ. അഥവാ 10 × 5 ആണ് 50 എന്ന് പറയുന്നത്. ഇനി 5 × 17 85 ആണ്. അതവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് പൂർത്തിയാക്കേണ്ടത്. ജസ്റ്റ് റിലേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാൻ നമുക്ക് താഴെ കംപ്ലീറ്റ് ദ പാറ്റേൺ എന്നുള്ളതാണ് അടുത്തതായിട്ട് കൊടുത്തിട്ടുള്ളത്. 3, 6, 9. പിന്നെന്താണ്? 3, 6, 9. ഇത് 3ൻ്റെ ടേബിളാണ്. 9 കഴിഞ്ഞ് കഴിഞ്ഞാൽ 12 വരും. പിന്നെ വരുന്നത് 15 ആണ്. പിന്നെ വരുന്നത് 18 ആണ്. ഇനി 4, 8. 4, 8 എന്ന് പറയുന്നത് എന്താണ്? 4ൻ്റെ ടേബിളാണ് അല്ലേ. 4, 8, 12. പിന്നെ വരുന്നത് 16, 20, 24, ദെൻ 28. ഇനി 27, 26. ഇവിടെ എന്താണ്? 9 വീതം കൂടുകയാണ് ചെയ്യുന്നത്. നമുക്ക് 36ൻ്റെ കൂടെ 27 മൈനസ് ചെയ്യുമ്പോൾ 9 എന്ന് കിട്ടും. അപ്പോൾ 45ൻ്റെ കൂടെ 9 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 54 എന്ന് കിട്ടും. ദെൻ 63 എന്ന് കിട്ടും. അതിനുശേഷം 72 എന്ന് കിട്ടും. ഇനി അടുത്തത് നമുക്ക് നോക്കൂ. 45, 40, 35. അവിടെ -5 ആണല്ലേ. 5 വീതം മൈനസ് ചെയ്താണ് വരുന്നത്. സോ 35ൽ നിന്നും 5 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 30 കിട്ടും. അതിൽ നിന്നും 5 മൈനസ് ചെയ്താൽ 25 കിട്ടും. പിന്നെ 5 മൈനസ് ചെയ്താൽ 20 കിട്ടും. ഇനി 15, 30 എന്നുള്ളതാണ്. ഇവിടെ എന്താണ്? 15 കൂടി വരികയാണ് ചെയ്യുന്നത്. സോ 45ൻ്റെ കൂടെ 15 കൂടുമ്പോൾ 60 എന്ന് കിട്ടും. അതിൻ്റെ കൂടെ 15 കൂടുമ്പോൾ 75, പിന്നെ 90 കിട്ടും. ദെൻ 25, 50, 75. ഇവിടെ എന്താണ്? 25 ആണ് കൂടുന്നത്. സോ 75ൻ്റെ കൂടെ 25 കൂടുമ്പോൾ 100 എന്ന് കിട്ടും. ദെൻ 125, ദെൻ 150. ഇനി 100, 200, 300, 400. പിന്നെന്താണ്? 500, 600, 700. ഓക്കെ, ഇങ്ങനെയും കൂടും. ഇനി ദ പാറ്റേൺ ഐ ഫൗണ്ട് ഔട്ട്. ഇനി നമുക്ക് ഏതെങ്കിലും പാറ്റേൺ കണ്ടുപിടിച്ചിട്ട് അത് എഴുതാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പാറ്റേൺ നമുക്ക് എഴുതാം ഈസി ആയിട്ട്. 10, 20, 30, 40. ഒരു പാറ്റേൺ ആയില്ലേ. ഇനി നമുക്ക് എന്തെഴുതാം? 50, 100, 150, 200 ഇതെഴുതാം. ഇനി അതല്ലെങ്കിൽ 1000, 2000, 3000, 4000 ഇതും ഒരു പാറ്റേൺ ആണ്. അതല്ലെങ്കിൽ 6, 12, 18,
24 എന്നുള്ള 6ൻ്റെ ടേബിളും എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം, പക്ഷെ എന്താണ് പാറ്റേൺ ആയിരിക്കണം എന്നുള്ളത് മാത്രം. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വണ് ഗണിത മാത്ത് ഫെയറിനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ദ മാത്ത് ഫെയർ ഇൻ മീനൂസ് സ്കൂൾ ഹാഡ് മെനി കോമ്പറ്റീഷൻ ആൻഡ് ദർ വർ 6 വിന്നേഴ്സ്. അപ്പോൾ മീനുവിൻ്റെ സ്കൂളിൽ മാത്ത് ഫെയറിൽ ഒരുപാട് കുട്ടികൾ മത്സരിച്ചു. അപ്പോൾ 6 കുട്ടികളാണ് അതിൽ വിന്നേഴ്സ് ആയിട്ടുള്ളത്. ദേ വർ ഗിവൺ ബുക്സ് ആസ് ഗിഫ്റ്റ്. അപ്പോൾ ഗിഫ്റ്റ് ആയിട്ട് അവർക്ക് എന്താ കൊടുക്കുന്നത്? ബുക്സ് ആണ് കൊടുക്കുന്നത്. ദ പ്രൈസ് ഓഫ് എ ബുക്ക് ഈസ് 100 rupees. അപ്പോൾ ഒരു ബുക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 100 rupees ആണ്. വെൻ 6 ബുക്സ് വെർ ബോട്ട് ദ പ്രൈസ് ഓഫ് ഈച്ച് ബുക്ക് ഹാസ് റെഡ്യൂസ്ഡ് by 5 rupees. അപ്പോൾ ഓരോ പുസ്തകത്തിനും അവർ റെഡ്യൂസ് ചെയ്തിട്ടുള്ളത് 5 rupees ആയിരുന്നു. വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് പെയ്ഡ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എമൗണ്ട് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ബുക്സിൻ്റെ പ്രൈസ് എത്രയാണ് എഴുതി കൊടുക്കാം. ദ പ്രൈസ് ഓഫ് ദ ബുക്ക് ഈക്വൽ ടു 100. റെഡ്യൂസ്ഡ് എമൗണ്ട് എത്രയാണ്? 100ൽ നിന്നും 5 കുറച്ചു 95 ആയിട്ട് മാറി അല്ലേ. സോ ടോട്ടൽ പ്രൈസ് അപ്പോൾ എത്രയായിരിക്കും? ടോട്ടൽ പ്രൈസ് ഈക്വൽ ടു 6 × 95 അല്ലേ. സോ 6 × 95 എന്ന് പറയുന്നത് 570 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം തന്നെ 90 × 6 കാണാം അല്ലേ. അപ്പോൾ 9 × 6 എത്രയാണ്? 54. 0 ഇട്ട് കൊടുക്കുക, 540. ഇനി ബാക്കിയുള്ളത് 5 × 6 ആണ്. 5 × 6 എന്ന് പറയുന്നത് 30 ആണ്. സോ 540 + 30 എന്ന് പറയുന്നത് 570. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ദ പ്രൈസ് ഓഫ് ദ വൺ ബുക്ക് എത്രയാണ്? ഒരു ബുക്കിന് 95 rupees ആണ്. നമ്പർ ഓഫ് ബുക്ക് 6 ആണ്. ടോട്ടൽ പ്രൈസ് 570 എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിന് താഴെയുള്ള ചോദ്യം നോക്കാം. വാട്ട് കൈൻഡ് ഓഫ് കറൻസി നോട്ട് ക്യാൻ ബി ഗിവൻ ആസ് ദ പ്രൈസ് ഓഫ് ദ ബുക്സ്? അപ്പോൾ പ്രൈസ് എത്രയാണ്? 570 ആണ്. അപ്പോൾ ഈ 570 ആകാൻ ഏതൊക്കെ നോട്ടാണ് കൊടുക്കേണ്ടി വരിക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 500ൻ്റെ ഒരു നോട്ട് കൊടുത്തു. അപ്പോൾ എത്രയായി? 500 ആയി. 50യുടെ ഒരു നോട്ട് കൊടുത്തു, 50 ആയി. 10ൻ്റെ 2 കൊടുത്തു, അപ്പോൾ 20 ആയി അല്ലേ. ഇത് മൊത്തം കൂട്ടി നോക്കൂ. 500 50, 550, then 20, 570. ഇനി അടുത്തത് നമുക്ക് എഴുതി നോക്കാം. ഇവിടെ 200ൻ്റെ 2 നോട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എത്രയായി? 400 ആയി അല്ലേ. ഇനി 100ൻ്റെ ഒരു നോട്ട് കൊടുത്തു, അപ്പോൾ 100 ആയി. അപ്പോൾ ടോട്ടൽ 500 ആയി അല്ലേ. ഇനി 10ൻ്റെ 5 നോട്ട് കൊടുത്തു, എത്രയായി? അപ്പോൾ 50 ആയി. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 20യുടെ ഒരു നോട്ട് കൊടുക്കാം, അപ്പോൾ 20 ആയി. അപ്പോൾ എത്രയായി? 570 ആയി. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. എങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല, അത് കൊടുക്കുന്നത് എമൗണ്ട് കറക്റ്റ് ആയാൽ മതി എന്ന് മാത്രം. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ പേജിൽ 10 കറൻസി നോട്ട്സ് വേർ ഗിവൻ ടു ദ ബുക്ക് സെല്ലർ. അവിടെ 10 നോട്ടുകളാണ് കൊടുത്തത്. അപ്പോൾ ഏതൊക്കെ നോട്ടുകളാണ് എന്നാണ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ആദ്യം കൊടുത്തത് 100 rupeesൻ്റെ 5 നോട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എത്രയായി? 500 ആയി അല്ലേ. പിന്നെ 20 rupeesൻ്റെ 2 നോട്ട് കൊടുത്തു, അപ്പോൾ 40 ആയി. ദെൻ 10 rupeesൻ്റെ 3 നോട്ട് കൊടുത്തു. അപ്പോൾ എത്രയായി? ടോട്ടൽ നോട്ട്സ് എത്രയായി? 5, 2, 7, 3, 10 നോട്ടായി അല്ലേ. ദെൻ എമൗണ്ട് നോക്കൂ. ഇവിടെ ഇത് കൊടുത്തപ്പോൾ 500 + 30 + 40 7 570. ഓക്കെ, അപ്പോൾ എമൗണ്ട് കറക്റ്റായി. ഇനി വേറൊരു രീതിയിൽ എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. ആ രീതി നിങ്ങൾ ആലോചിച്ചിട്ട് ഒന്ന് എഴുതി നോക്കൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വണ് ക്രിസ്മസ് ട്രീ ആണ്. മീനു ബോട്ട് 5 packets ഓഫ് ട്രിങ്കിൾസ് ടു ഡെക്കറേറ്റ് ഹെർ ക്രിസ്മസ് ട്രീ. അപ്പോൾ മീനു ക്രിസ്മസ് ട്രീ ഒരുക്കാൻ വേണ്ടിയിട്ട് 3 പാക്കറ്റ് എന്ത് വാങ്ങിച്ചു? അലങ്കാരത്തിന് വേണ്ടിയിട്ടുള്ള ട്രിങ്ക്ലെറ്റ്സ് ഒക്കെ വാങ്ങിച്ചു. ദ പ്രൈസ് ഓഫ് 1 packet ഈസ് 98. അപ്പോൾ ഒരെണ്ണത്തിന് 98 rupees ആണ്. വാട്ട് ഈസ് ദ ടോട്ടൽ പ്രൈസ്? അപ്പോൾ ടോട്ടൽ എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 98 rupeesനാണ് 3 എണ്ണമാണ് വാങ്ങിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? 9 × 3 നോക്കാം. 9 × 3 എത്രയാണ്? 27. 0 ഇടുക, 270. ദെൻ ബാക്കിയുള്ളത് 8 × 3 ആണ്. 8 × 3 എന്ന് പറയുന്നത് 24. രണ്ടും കൂടെ കൂട്ടി നോക്കുക. 270 + 24 എന്ന് പറയുന്നത് 294. ഇനി ഇവിടെ മറ്റൊരു വേ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? 98ന് ഒരെണ്ണം വാങ്ങിച്ചു, 98ന് 2 എണ്ണം വാങ്ങിച്ചു, 98ന് 3 എണ്ണം വാങ്ങിച്ചു. അപ്പോൾ എത്രയായിരിക്കും എന്ന് കൂട്ടിയാലും 294 നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്കിത് കൂട്ടി നോക്കിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും.
ദെൻ ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിലെ അസസ്മെൻറ്റിലെ ആക്ടിവിറ്റീസ് ആണ്. നമുക്ക് അതിലേക്ക് കടക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി ഫുട്ബോൾ സ്റ്റേഡിയം എന്നുള്ളതാണ് ആദ്യമായിട്ട് വരുന്നത്. ഇതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 99 people can be seated in one tier of the stadium and there are 10 tiers. How many people can be seated in all? എന്താ വെച്ചിട്ടുള്ളത്, ഒരു ഫുട്ബോൾ മത്സരം നടക്കുകയാണ്. അവിടെ സ്റ്റേഡിയത്തിൽ ഒരു ടയറിൽ ഒരു വരിയിൽ എത്ര പേർക്ക് ഇരിക്കാം? 99 പേർക്ക് ഇരിക്കാം. ആകെ അവിടെ ഉള്ളത് എത്രയാണ്? 10 ടയറാണുള്ളത്, 10 വരിയാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ എത്ര പേർക്ക് ഇരിക്കാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു സീറ്റിൽ ഇരിക്കാൻ വേണ്ടി പറ്റുന്നത് എത്രയാണ്? 99 ആണല്ലോ. അപ്പോൾ 99 × 10 എന്നത് ചെയ്തു നോക്കാം. അപ്പോൾ നമുക്ക് അറിയാം, ആദ്യം നമുക്ക് ചെയ്യാം 90 × 10 ചെയ്ത് നോക്കാം. പ്ലസ് എന്തും കൂടെ ചെയ്യാം, നമുക്ക് അതിൻ്റെ കൂടെ 9 × 10 കൂടെ ചെയ്യാം അല്ലേ. 9 × 10 അപ്പോൾ എത്ര വരും? 90 × 10 എന്ന് പറയുന്നത് 900 ആണ്. പ്ലസ് 9 × 10 എന്ന് പറയുന്നത് 90. അപ്പോൾ എത്ര ടോട്ടൽ എത്രയായി? 990 പേർക്ക് ഇരിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ ഹൗ മെനി പീപ്പിൾ കുഡ് ഹാവ് ബീൻ സീറ്റഡ് ഇഫ് ഈച്ച് ടയർ കുഡ് സീറ്റ് 100? ഇനി ഒരു ടയറിൽ 100 സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എത്ര പേർക്ക് ഇരിക്കാമായിരുന്നു? അപ്പോൾ എന്ത് ചെയ്യുക? 100 × 10 ചെയ്തു നോക്കുക. 100 × 10 എത്രയാണ്? 1000 ആണല്ലോ. അപ്പോൾ ആകെ 1000 പേർക്ക് ഇരിക്കാമായിരുന്നു. നെക്സ്റ്റ് 4 seats ഫ്രം ഈച്ച് ടയർ വാസ് റിമൂവ്ഡ് ടു ബിൽഡ് അനദർ ഗേറ്റ് ടു ദ സ്റ്റേഡിയം. അപ്പോൾ സ്റ്റേഡിയത്തിലേക്ക് ഒരു ഗേറ്റ് കൂടി പണിയാൻ വേണ്ടിയിട്ട് ഓരോ വരിയിൽ നിന്നും 4 സീറ്റ്സ് അവർ ഇളക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഹൗ മെനി സീറ്റ്സ് ആർ ദർ നൗ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എത്ര സീറ്റ് ഉണ്ടായിരിക്കും? അപ്പോൾ ആകെ ഉണ്ടായിരുന്നത് 100 ആയിരുന്നു. അതിൽ നിന്നും 4 മാറ്റി, അപ്പോൾ എത്രയായി? 96 സീറ്റായിട്ട് മാറി അല്ലേ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? 96 × 10 ചെയ്തു നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം 90 × 10 പ്ലസ് എന്തും കൂടെ ചെയ്യാം? 6 × 10 ചെയ്തു നോക്കാം. അപ്പോൾ 90 × 10 എന്ന് പറയുന്നത് എത്രയാണ്? 900 ആണ്. പ്ലസ് 6 × 10 60 ആണ്. അപ്പോൾ 960 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ആകെ 960 പേർക്കാണ് ഇരിക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഡേറ്റ് എന്നുള്ളതാണ്. ദ ഫസ്റ്റ് മൺഡേ ഓഫ് ഒക്ടോബർ 2024 ഒക്ടോബർ ഈസ് ഓൺ ദ 7th. അപ്പോൾ 7-ാം തീയതി ആയിരുന്നു ആദ്യത്തെ മൺഡേ എന്ന് പറയുന്നത്. ഓൺ വാട്ട് ഡേ ഈസ് ദ 4th മൺഡേ? അങ്ങനെയാണെങ്കിൽ 4th മൺഡേ എന്ന് പറയുന്നത് ഏത് ദിവസമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം 7 ഡേയ്സിൻ്റെ ഡിഫറൻസ് ആണുള്ളത്. ആദ്യം 7 വരും, പിന്നെ 14 വരും, പിന്നെ നെക്സ്റ്റ് മൺഡേ എന്ന് പറയുന്നത് ഏതായിരിക്കും? 21 ആയിരിക്കും അല്ലേ. അഥവാ 14 + 7 എന്ന് പറയുന്നത് 21 ആണ്. അത് കഴിഞ്ഞിട്ടുള്ളതോ ഇതിൻ്റെ കൂടെ വീണ്ടും 7 കൂട്ടുക, അപ്പോൾ 28 കിട്ടും. അപ്പോൾ അടുത്തത് 28 ആണ്. അപ്പോൾ 4th മൺഡേ എന്ന് പറയുന്നത് ഏത് ദിവസമാണ്? 28-നാണ് 4th മൺഡേ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാം. ഹൗ മെനി ബനാന ട്രീസ് എന്നുള്ളതാണ് അടുത്ത ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. മീനു പ്ലാന്റഡ് 7 ബനാന ട്രീസ് ഇൻ എ റോ. ഒരു റോയിൽ 7 ബനാന ട്രീ വെച്ചിട്ടാണ് മീനു നട്ടിട്ടുള്ളത്. ഹൗ മെനി ഓഫ് ദം ക്യാൻ ബി പ്ലാന്റഡ് ഇൻ സച്ച് 8 such rows? അപ്പോൾ 8 റോസിലാണെങ്കിൽ എത്ര എണ്ണം നട്ടിട്ടുണ്ടാവും? അതുപോലെ തന്നെ ഇഫ് 9 trees were planted in each row instead, how many could be planted? ഇനി അവിടെ എന്താണ്? 7-ന് പകരം 9 വെച്ചിട്ട് വാഴ നടുകയാണെങ്കിൽ എത്ര എണ്ണം ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2 ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ 7 വെച്ചിട്ട് നമ്മൾ നടുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, 7 വെച്ചിട്ട് 8 റോസ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ എത്രയായിരിക്കും? 56 ബനാനാസ് നമുക്ക് നടാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ 56 എന്ന് ആൻസർ വരും. ഇനി 9 വെച്ചിട്ട് നടുകയാണെങ്കിൽ 9 എന്താ പറയുക ബനാനാസ് ആണുള്ളത്, 8 റോസ് ആണുള്ളത്. അപ്പോൾ 9 × 8 എന്ന് പറയുന്നത് 72 ആണ്. അപ്പോൾ 72 നമുക്ക് അവിടെയും നടാൻ വേണ്ടി പറ്റും. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് താഴെയുള്ളത് മാത്ത് ക്വിസ് ആണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇവിടെ 8 children won this month's maths quiz in മീനൂസ് സ്കൂൾ. അപ്പോൾ മീനുവിൻ്റെ സ്കൂളിലെ മാത്സ് ക്വിസ് മന്തിൽ നടക്കുന്നതാണ്. അതിൽ 8 കുട്ടികളാണ് വിൻ ചെയ്തിട്ടുള്ളത്. ഇറ്റ് വാസ് ഡിസൈഡഡ് ടു ഗീവ് അപ്പ് എ ഗിഫ്റ്റ് ബോക്സ് വിത്ത് 6 ഐറ്റം. അപ്പോൾ 6 ഐറ്റം വെച്ചുകൊണ്ട് ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ്. ദ പ്രൈസ് ലിസ്റ്റ് ഇൻ 2 ഷോപ്സ് ആർ ഗിവൺ ബിലോ. അപ്പോൾ 2 ഷോപ്പിലെ പ്രൈസ് ലിസ്റ്റാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ദെൻ അതുമായി ബേസ് ചെയ്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് കണ്ടെത്തണം. ഇവിടെ മിക്കി സ്റ്റോഴ്സും ഡോറ സ്റ്റോഴ്സും 2 സ്റ്റോഴ്സാണ് ഉള്ളത് അല്ലേ. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ
ഫ്രം വിച്ച് ഷോപ്പ് ഈസ് ഇറ്റ് ബെറ്റർ ടു ബൈ ദ തിങ്സ്. അപ്പോൾ ഇതിൽ ഏത് ഷോപ്പിലാണ് തിങ്സ് വാങ്ങിക്കാൻ ബെറ്റർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എവിടെയാണ് ലാഭം എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കണം അല്ലേ. ഓരോന്നിൻ്റെയും പ്രൈസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം അത് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നോക്കൂ, മിക്കി സ്റ്റോഴ്സിൽ 5 രൂപയുടെ എന്ത് വാങ്ങിച്ചു, പെൻസിൽ വാങ്ങിച്ചു. 8 രൂപയുടെ പെന്ന് വാങ്ങിച്ചു. അതുപോലെ 3 റുപ്പീസിൻ്റെ എന്ത് വാങ്ങിച്ചു, ഇറൈസർ വാങ്ങിച്ചു. 7 റുപ്പീസിൻ്റെ റൂളർ വാങ്ങിച്ചു. ദെൻ 30 റുപ്പിക്ക് ഒരു സ്കെച്ച് പെൻ പാക്കറ്റ് വാങ്ങിച്ചു. 10 റുപ്പിക്ക് എന്ത് വാങ്ങിച്ചു, ക്രയോണും വാങ്ങിച്ചു. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കൂ എത്ര കിട്ടും, 63 റുപ്പീസ് കിട്ടും. ഇനി നെക്സ്റ്റ് വേണ്ട നോക്കൂ, അടുത്തത് ഡോറ സ്റ്റോഴ്സ് ആണ്. അവിടെ 4 റുപ്പീസിൻ്റെ പെൻസിൽ വാങ്ങിച്ചു. 10 റുപ്പീസിൻ്റെ പെന്ന് വാങ്ങിച്ചു. 3 രൂപയുടെ ഇറൈസർ വാങ്ങിച്ചു. 9 റുപ്പീസിൻ്റെ റൂളർ വാങ്ങിച്ചു. 27 റുപ്പീസിന് സ്കെച്ച് പെന്ന് വാങ്ങിച്ചു. പ്ലസ് 8 റുപ്പീസിന് ക്രയോണും വാങ്ങിച്ചു. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുക. അപ്പോൾ എത്ര കിട്ടും, ആൻസർ എന്ന് പറയുന്നത് 61 കിട്ടും. അപ്പോൾ ഇവിടെ ഏതാണ് ബെറ്റർ എന്ന് പറയുന്നത്, ബെറ്റർ ഡോറ സ്റ്റോഴ്സ് ആണല്ലേ. അപ്പോൾ അവിടെ ഡോറ സ്റ്റോഴ്സ് എന്ന് എഴുതി കൊടുക്കുക. ഇനി നെക്സ്റ്റ് ഇവിടെ ചോദിക്കുന്നുണ്ട്, ഹൗ മച്ച് would it cost to buy all the 8 gift bags from the Dora stores. അപ്പോൾ ഡോറയുടെ സ്റ്റോറിൽ നിന്നാണ് ഈ 8 പാക്ക് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എത്ര രൂപയാകും എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ടോട്ടൽ എത്രയാണ്, 61 റുപ്പീസാണ് ആവുന്നത്. അപ്പോൾ 61 × 8 ചെയ്ത് നോക്കണം അല്ലേ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് 60 × 8 ചെയ്യാം. പ്ലസ് 1 × 8 ചെയ്ത് നോക്കാം. അപ്പോൾ 6 × 8 എന്ന് പറയുന്നത് എത്രയാണ്, എത്ര കിട്ടും, 480 കിട്ടും അല്ലേ. പ്ലസ് 8 കൂടെ ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയാവും, 488 റുപ്പീസാണ് ഡോറയുടെ സ്റ്റോറിൽ നിന്നും വാങ്ങിക്കുമ്പോൾ. ഇനി അത് വാട്ട് ഇഫ് ദേ ഓൾ ബൈ ഫ്രം മിക്കി സ്റ്റോർ. ഇനി മിക്കി സ്റ്റോറിലാണെങ്കിൽ എത്ര രൂപയാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് എത്രയാണ്, ടോട്ടൽ 63 ആണ്. 63 × 8 നോക്കണം. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം 60 × 8 പ്ലസ് എന്താണ് 3 × 8 ചെയ്ത് നോക്കണം അല്ലേ. അപ്പോൾ 60 × 8 നമ്മൾ പറഞ്ഞു 480 ആണെന്ന് പറഞ്ഞു. പ്ലസ് എന്തും കൂടെ ഉണ്ട് അവിടെ, 3 × 8 കൂടെ ഉണ്ട്. 3 × 8 എത്രയാണ്, 24. രണ്ടും കൂടെ കൂട്ടി എത്ര കിട്ടും, 504 എന്ന് കിട്ടും. ഓക്കെ, 504 രൂപയാണ് ടോട്ടൽ കിട്ടുന്നത്. നെക്സ്റ്റ്, ദേ ബോട്ട് സം ഓഫ് ദ തിങ്സ് ഫ്രം ദ വൺ സ്റ്റോർ ആൻഡ് സം ഫ്രം ദ അതർ ഡിപ്പെൻഡിങ് ഓൺ ദ പ്രൈസ്, കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ ഇവർ എന്ത് ചെയ്തു, 2 ഷോപ്പിലെയും 2 സ്റ്റോറിലെയും പ്രൈസ് നോക്കിയിട്ട് ഏത് വില കുറവ് ഏത് കടയിലാണോ ഉള്ളത്. അപ്പോൾ പെൻസിൽ 5 രൂപയാണ് മിക്കി സ്റ്റോറിൽ, ഡോറയുടെ സ്റ്റോറിൽ 4 രൂപയേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ ഓരോ കടയിൽ നിന്നായിട്ട് വാങ്ങിച്ചു. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഏറ്റവും പ്രൈസ് കുറഞ്ഞത് അനുസരിച്ചിട്ട് ഈ ഒരു ടേബിളിൽ എഴുതി കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. പെൻസിൽ വാങ്ങിയെന്ന് വിചാരിക്കുക. പെൻസിൽ 4 റുപ്പീസായി. അതുപോലെ തന്നെ ഒരു പെന്ന് വാങ്ങിച്ചു. പെന്നിന് 8 റുപ്പീസായി. ദെൻ ഇറൈസർ വാങ്ങിച്ചു. ഇറൈസറിന് 3 റുപ്പീസായി. ദെൻ റൂളർ വാങ്ങിച്ചു. റൂളറിന് 7 റുപ്പീസായി. സ്കെച്ച് പെന്ന് വാങ്ങിച്ചു 27 റുപ്പീസ്. ദെൻ ക്രയോണും വാങ്ങിച്ചു. ക്രയോണിന് 8 റുപ്പീസ്. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുക എത്രയായി, 51 റുപ്പീസാണ് ടോട്ടൽ ആയിട്ടുള്ളത്. സോ ഹൗ മച്ച് വാസ് സ്പെൻഡ് ഫോർ ദ 8 ഗിഫ്റ്റ്. അങ്ങനെയാണെങ്കിൽ 8 ഗിഫ്റ്റ് വാങ്ങിക്കാൻ എത്ര രൂപയായി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ, 57 × 8 ചെയ്ത് നോക്കണം അല്ലേ. ആദ്യം നമുക്ക് 50 × 8 ചെയ്യാം. പ്ലസ് എന്ത് ചെയ്യാം, 7 × 8 ചെയ്ത് നോക്കാം. അപ്പോൾ 50 × 8 എത്രയാണ്, 400 എന്ന് കിട്ടും. പ്ലസ് 7 × 8 എന്ന് പറയുന്നത് 50 എന്ന് കിട്ടും. 56 എന്ന് കിട്ടും അല്ലേ. 56 എന്ന് കിട്ടും. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കൂ എത്രയായി, 456 റുപ്പീസായി അല്ലേ. എത്രയായി, 456 റുപ്പീസാണ് ടോട്ടൽ ആവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലാഭമായിട്ട് കിട്ടിയല്ലേ. ഇനി താഴെ ഒരു പ്രവർത്തനം കൂടെ ഉണ്ട്. ഫിൽ അപ്പ് ദ സെൽസ് എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഓരോന്നും വന്നിട്ടുള്ളത് എന്ന്. അതിനനുസരിച്ച് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കണം. ഇവിടെ നോക്കൂ, 2 × 3 എത്രയാണ്, 6. ഇനി ഇവിടെ 18 കിട്ടണമെങ്കിൽ 6ൻ്റെ കൂടെ ഏത് നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്താണ് 18 കിട്ടുക, 3 ആണല്ലേ. ഇവിടെ 1 × 3 3, അത് കറക്റ്റാണ്. 6 × 3 18, അതും കറക്റ്റാണ്. ഇനി ഇവിടെ നോക്കൂ, 3 × 3 എത്രയാണ്, 9. ഇനി 9ൻ്റെ കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലാണ് 18 കിട്ടുക, 2 ആണല്ലേ. ഇവിടെ 2 × 1 2, അതും കറക്റ്റാണ്. അപ്പോൾ ഇത് കറക്റ്റായി. നമുക്ക് അടുത്ത വണ്ണ് നോക്കാം. അടുത്ത വണ്ണിൽ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ്,
24 മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലേ. അപ്പോൾ 24ൻ്റെ കൂടെ ഏതെങ്കിലും 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 24 കിട്ടണം. 6 × 4 എന്ന് പറയുന്നത് 24 ആണ് അല്ലേ. ഇനി 6 കിട്ടണമെങ്കിൽ ഏത് 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യണം? ഏത് മൾട്ടിപ്ലൈ ചെയ്യണം? 1 × 6 ചെയ്യാം അല്ലേ. പക്ഷേ ഇവിടെ വരുന്ന നമ്പറും കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ വരുന്ന നമ്പർ ഇതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അപ്പോൾ നമുക്ക് 3 × 2 ചെയ്ത് നോക്കാം. 3 × 2 6 കിട്ടി. ഇനി അടുത്തത് നോക്കൂ. അടുത്തത് ഇവിടെ എന്താ പറയുന്നത്, ഇവിടുത്തെ നമ്പർ നോക്കാം അല്ലേ. 3യുടെ കൂടെ ഏതോ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24 കിട്ടണമെങ്കിൽ 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യണം. ഏതൊക്കെ കിട്ടണം? 3 × 8 24 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 3 കിട്ടി. അപ്പോൾ ഇവിടെ 3 എന്ന ആൻസർ കിട്ടണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? 3ൻ്റെ കൂടെ 1 മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇവിടെ 4 ആണ്. 4 ആൻസർ കിട്ടണമെങ്കിൽ 1 × 4 4 കിട്ടണം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. ആദ്യം ചിലപ്പോൾ ഒന്ന് തെറ്റും, പക്ഷെ ഒന്നും കൂടി ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇതിന് താഴെയുള്ള അടുത്ത പ്രവർത്തനം നോക്കാം. പ്രൈസ് ഹണ്ട് ആണ്. ടേക്ക് മീനു ടു ദ പ്രൈസ്. മീനു പ്രൈസിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? 6ൻ്റെ മൾട്ടിപ്ലിക്കേഷനിലൂടെ പോകണം. ആദ്യം എങ്ങോട്ട് പോകണം? 6ൽ പോകണം, പിന്നെ 12ൽ പോകണം, ദെൻ 18ൽ പോകണം, ദെൻ 24ൽ പോകണം, ദെൻ 30 36 42 46, ദെൻ എവിടെ എത്തി? പ്രൈസിൻ്റെ അവിടെ എത്തി അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് പ്രൈസിലേക്ക് പോകേണ്ടത്. ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് 10th ചാപ്റ്റർ ആണ് ലെറ്റ്സ് ഷെയർ എന്നുള്ളത്. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.